പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ നാടനായിട്ടുള്ള കടച്ചക്ക, അതായത് ചീമച്ചക്ക മസാല തോരനാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കടച്ചക്കയൊക്കെ എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളിയാണ് കേട്ടോ ഇതിലെടുത്തേക്കുന്നത്. സവാള എടുക്കാവുന്ന ചുവന്നുള്ളിയാണ് നല്ലത്. ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ തേങ്ങ എടുക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള തേങ്ങ എടുക്കരുത്. അതുപോലെ തന്നെ ഭയങ്കര കരിക്ക പോലത്തെ തേങ്ങയില്ലേ, വെള്ളമയം ഒരുപാടുള്ള, അങ്ങനത്തത് എടുക്കരുതേ. അങ്ങനെ ഇതിൻ്റെ ഒരു വെള്ളമയമൊക്കെ ചെറുതായിട്ട് വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. അതിനുശേഷം ഞാനിവിടെ പിരിയൻമുളകിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിരിയൻമുളകല്ല സാധാരണ മുളക് പൊടി മതിയെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അത് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് തീയലിനൊക്കെ വറുക്കുന്നത് പോലെ അത്രത്തോളം നമ്മൾ വറുക്കരുത് കേട്ടോ. ചെറുതായിട്ട് വെള്ളപ്പറ്റൊക്കെ വറ്റുന്നത് വരെ ഒന്ന് വറുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം ഏകദേശം 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കറിയൊക്കെ ഏകദേശം റെഡിയായി കഴിയുമ്പം കുറച്ചും കൂടി ഗരം മസാല ചേർക്കാനുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ ചീമച്ചക്ക, അതായത് കടച്ചക്കയുടെ സീസണാണ്. ഇനി അതേ ചീനിച്ചട്ടിയിൽ തന്നെ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാമേ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാമേ. അതൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള ചീമച്ചക്ക ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ആ ഒരു തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോഴാണ് ഈ ഒരു തോരന് ഭയങ്കര ടേസ്റ്റ് വരുന്നത്. നമ്മളിതിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുരുമുളകിൻ്റെ പൊടിയൊന്നും ചേർക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് കുറച്ചും കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റൊക്കെ കിട്ടും. കടച്ചക്ക കൊണ്ട് നമ്മൾ നേരത്തെ ഒരു ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ലോങ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ കാണാത്തവരുണ്ടെങ്കിൽ. ഇനി നമുക്ക് ഈ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടച്ച് വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് ഈ തോരന് അരയ്ക്കൊന്നും വേണ്ട, നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി ഉടച്ചങ്ങ് എടുത്താൽ മതിയേ. അതിലേക്ക് ഒരു കൈവെള്ളം കൂടി ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഈ അരപ്പും ഈ ഒരു കടച്ചക്കയും എല്ലാം കൂടി നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ബെസ്റ്റ് തോരനാണ് കേട്ടോ ഇത്. അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു തോരനാണ് ഇത്. നമ്മളിങ്ങനെ അല്ലാതെ തേങ്ങ മൂപ്പിക്കാതെ വേറൊരു രീതിയിലും വെക്കാറുണ്ട്. ഇനി ഇത് തട്ടിപ്പൊത്തി ഒന്ന് വെള്ളമയമൊക്കെ ഒന്ന് വറ്റിച്ച് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ലാസ്റ്റ് ഒരു ഇച്ചിരി ഗരം മസാലയും പിന്നെ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കുവാണ്. ഇനി നന്നായിട്ട് ചിക്കി തോർത്തി അങ്ങ് എടുത്താൽ മതി. അപ്പം നമ്മുടെ കിടിലൻ നല്ല നാടൻ ഐറ്റം കടച്ചക്ക, അതായത് ചീമച്ചക്ക മസാല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.